മോഹൻലാലിൻ്റെ ചിത്രം മാത്രം വായിക്കുന്ന നടന്മാരുടെ എണ്ണം കൂടി വരുന്ന ഒരു കാലത്ത് പൃഥ്വി തനിക്ക് ചുറ്റും ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയുന്ന ഒരു നടനാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഈ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം സിനിമയെന്ന് പറഞ്ഞാൽ പല മതക്കാരെയും പല ജാതിക്കാരെയും അടുപ്പിച്ച് നിർത്താവുന്ന ഒരാളാണ്. പക്ഷേ അടുപ്പിക്കാനും പറ്റും. അതെ, പൃഥ്വി ഇതിൽ ഏത് ലെവലിൽ നിൽക്കും? ഞാൻ ഈ ഈശ്വരൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് 0% വിശ്വാസമുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് മതം. എനിക്ക് മതത്തിൽ വിശ്വാസമില്ല. അത് ഏതോ ഒരു മെഡീവൽ കാലത്ത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ, ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിരുന്നു സോഷ്യൽ സ്ട്രക്ചർ. പണക്കാര്, ദരിദ്രർ, സാമ്പത്തികമായിരുന്നു. പിന്നെ തൊഴിലായി സോഷ്യൽ സ്ട്രക്ചർ. അതാണ് ക്ഷത്രിയാസ്, വൈശ്യാസ്, തൊഴിലായി. അവിടെ നിന്നൊക്കെ ഒടുവിൽ ആരോ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് ഈ മതം. ഇന്ന മതക്കാർ. എനിക്കതിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. റിലീജിയൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ സ്ട്രക്ചറിന് ഉപയോഗിച്ചൊരു ഉപകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് മതത്തിൽ യാതൊരു വിധ വിശ്വാസം. ഒരു ദൈവത്തിന്റെ കഥാപാത്രം കിട്ടിയാൽ കഥാപാത്രം നല്ലതാണെങ്കിൽ ചെയ്യും. അല്ല, ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പം നന്ദനത്തില് ദൈവത്തിന്റെ അടുത്ത് ശ്രീകൃഷ്ണൻ ഞാനല്ല. അല്ല, ശ്രീകൃഷ്ണൻ മറ്റൊരാളുണ്ടായിരുന്നാലും യഥാർത്ഥ കൃഷ്ണൻ പൃഥ്വി തന്നെയായിരുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണനാണെങ്കിലും കംസനാണെങ്കിലും സിനിമ എന്താണെന്ന് എനിക്കറിയണം. ആ സിനിമ എന്താണ്, അത് നല്ല സിനിമയാണോ? ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്നിലൊരു പ്രേക്ഷകനുണ്ടല്ലോ, ഒരു സിനിമ പ്രേക്ഷകനുണ്ട്. ആ പ്രേക്ഷകൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇതിഹാസ കഥാപാത്രങ്ങളിലേക്ക് തന്നെ ഇപ്പൊ തന്നെ വേലുത്തമ്പി ദളവ ചെയ്യാൻ പൃഥ്വി തയ്യാറെടുക്കുന്നു എന്ന് ഞാൻ കേട്ടു. അപ്പം ഇതൊക്കെ ഒരു വഴിമാറ്റമാണോ പൃഥ്വി, അതോ ഇതുവരെ പരീക്ഷിച്ചിട്ടാത്ത പൃഥ്വിയുടെ ബോഡി ലാംഗ്വേജും അതുപോലെ പൃഥ്വിയുടെ ആകാരവും രൂപവും ഒക്കെ അനുസരിക്കുന്ന ചില കഥാപാത്രം തിരഞ്ഞെടുക്കണം തോന്നിയത് കൊണ്ടാണ്? ഈ വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത് പണ്ടൊരിക്കൽ വന്ന് ഹിറ്റായി പോയ സിനിമയാണ്. അതെ, അത് സിനിമയാക്കാൻ ഒരുപാട് പേരുടെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു. വിജയ് തമ്പി എന്ന് പറയുന്ന സംവിധായകൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ഐഡിയ ഉണ്ടെന്ന്. പക്ഷേ ഈ വേലുത്തമ്പി ദളവ, അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഈ 2 കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അടുത്ത വർഷം, ഇതിഹാസ കഥാപാത്രങ്ങൾ എന്ന് പറയാൻ. ഇത് രണ്ടും എന്നിലേക്ക് വരാനൊരു വലിയ കാരണമുണ്ട്. കാരണം ഇവർ രണ്ടും 44-ാമത്തെ വയസ്സിൽ മരിച്ചുപോയവരാണ്. അതെ, അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടം എന്ന് പറയുന്ന ഒരു 20 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ പ്രായം ഈ അവസരത്തിൽ ആ കഥാപാത്രങ്ങൾ എന്നിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. 17 വയസ്സുള്ളപ്പോഴാണ് നന്ദനത്തിൽ പൃഥ്വി വന്നത് അല്ലേ? പക്ഷേ പൃഥ്വി അതിൽ താടി വെച്ചൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ പ്രായം പൃഥ്വിയുടെ രൂപത്തിൽ തോന്നുന്നതായി പൃഥ്വിക്ക് തോന്നിയിട്ടുണ്ട്? ഉണ്ട്. അത് ത്രൂ ഔട്ട് എനിക്ക് അതുണ്ട്. കാരണം പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണകരമായി എനിക്ക് അത് ഭവിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാനെന്ന് പറയുന്ന ആക്ടറിന് ഒരു റിഫൈൻമെന്റ് കൈവരിക്കാൻ സാധിച്ചത്. കാരണം ഞാനൊരു ഇപ്പോൾ 27 വയസ്സെത്തുമ്പോൾ ഈ ചോക്ലേറ്റ് ക്ലാസ്മേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന കഥ, അല്ലെങ്കിൽ എനിക്ക് റിയൽ ലൈഫിൽ നിന്ന് അസോസിയേറ്റ് ചെയ്യാൻ വരുന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ 20-ാമത്തെ വയസ്സിൽ ഒരു സബ് ഇൻസ്പെക്ടറെ അഭിനയിച്ചു. 19-ാമത്തെ വയസ്സിൽ ചന്ദ്രഹാസൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവറായി ഞാൻ അഭിനയിച്ചു. 19-ാമത്തെ വയസ്സിൽ തന്നെ 57 വയസ്സുള്ള നീൽ എന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യൻ ഓഥറായിട്ട് ഞാൻ അകലയിൽ അഭിനയിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം ഞാനെന്ന് പറഞ്ഞ ആക്ടറിന് ഈ ഒരു കഥാപാത്രം സ്ക്രിപ്റ്റിൽ വായിച്ചിട്ട് അയാൾ എങ്ങനെ ആയിരിക്കുമെന്ന് സങ്കല്പിക്കേണ്ട ഒരു എക്സസൈസ് ഉണ്ട്. ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, 57 വയസ്സുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ ഓഥർ കാൽക്കട്ടയിൽ അയാൾ ഇങ്ങനെയൊക്കെ, അങ്ങനെ സങ്കല്പിക്കേണ്ട ഒരു എക്സസൈസ് എല്ലാ സിനിമയ്ക്കും എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണകരമായി ഭവിച്ചു. സിനിമയെ മനസ്സിലാക്കാനും അഭിനയത്തെ മനസ്സിലാക്കാനും ഒക്കെ എന്നെ ഭയങ്കരമായി സഹായിച്ചു. എനിക്ക് അതിനിടയിൽ തോന്നിയത്, അപ്പം ഈ പൃഥ്വി ഇപ്പം ഒരു പ്രായത്തിനപ്പുറം, അതായത് പൃഥ്വിയുടെ ഒറിജിനൽ മെന്റൽ ഏജും ഫിസിക്കൽ ഏജും ആയ ഏജിനപ്പുറം കടന്ന ചില ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ട് പൃഥ്വിയിലെ കുട്ടിത്തം അകാലത്തിലെ കൈമോശം വന്നു പോയോ? ഒരു പരിധി വരെ ശരിയായിരിക്കും. കാരണം അത് ഈ സിനിമയെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഞാൻ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ അച്ഛൻ്റെ മരണശേഷം ചേട്ടൻ ആ സമയത്ത് ഓൾറെഡി സീരിയസ് മാൻ. ഐ എം എ സീരിയസ് മാൻ. എൻ്റെ അച്ഛൻ്റെ മരണശേഷം ചേട്ടൻ ഓൾറെഡി ഹോസ്റ്റലിലായിരുന്നു. തമിഴ്നാട്ടിലൊരു കോളേജിൽ ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പം അവിടുന്ന് ആ അഡ്മിഷൻ വേണ്ടെന്ന് വെച്ച് വരേണ്ടതാണ്. ആ സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഒക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ചേട്ടനോട് അപ്പോൾ വീട്ടിൽ അമ്മയും ഞാനും മാത്രമായിരുന്നു ഒരു 3 വർഷക്കാലം അച്ഛൻ്റെ മരണശേഷം. അപ്പോൾ പല കാര്യങ്ങളും, ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, പല കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ നമുക്ക് നിലമേലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും മദ്രാസിലെ വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനും കോടതിയിൽ ചില പേപ്പേഴ്സ്, അതിനൊക്കെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ആ ഒരു 3 വർഷക്കാലമായിരിക്കും എന്നെ പെട്ടെന്നൊരു അഡൽട്ട് ആക്കിയത്. അത് പക്ഷേ ആ ഒരു 3 വർഷക്കാലം തന്നെ ആയിരിക്കും എന്നെ ഈ പറയുന്ന പോലെ ഒരു സാധാരണ ചെറുപ്പക്കാരിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ എന്തൊക്കെയോ എനിക്ക് അറിയാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതും ആ 3 വർഷക്കാലമായിരിക്കും. പക്ഷെ അവിടെ എനിക്ക് എൻ്റെ അമ്മയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. കാരണം ഒരു അമ്മയും ഒരു മകന് കൊടുക്കാൻ തയ്യാറാവാത്ത ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അമ്മ തയ്യാറായി ആ സമയത്ത്. എന്ത് പറഞ്ഞാൽ ഏറ്റവും പ്രകോപിതനാവുന്ന പൃഥ്വി? എപ്പോഴും മറ്റൊരാളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്.